നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1847 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ ജെയിംസ് പോൾ സാറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ്, കേരള. 43 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ, രോഗനിർണയത്തിൽ അഗ്രഗണ്യൻ. ഇന്നലെ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു ക്ലാസ് സാറ് നമുക്ക് തന്നു. ഇന്ന് ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അതിൻ്റെ 2ാം ഭാഗമാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ്സിലേക്ക് ഡോക്ടർ ജെയിംസ് പോൾ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിനെ ആരംഭിക്കാം. ജെയിംസ് പോൾ സാർ. കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച പോലെ തന്നെ ഓട്ടോഇമ്യൂൺ ഡിസീസ്, അത് ഇമ്മ്യൂൺ റെസ്പോൺസ് വരെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇമ്മ്യൂൺ ഡിസീസാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ പുരോഗമിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. There is a saying in English, ഒരു ഇംഗ്ലീഷ് ജേണൽ കണ്ട ഒരു സെന്റൻസ് ആണ്. One's greatest strength is also his greatest weakness. ഏതാണ്ട് ഓട്ടോഇമ്യൂൺ ഡിസീസിനെ സംബന്ധിച്ച് അന്വർത്ഥമാകുന്ന ഒരു സെന്റൻസ് ആണ്. കാരണം ആദ്യകാലത്തെല്ലാം ഡിസീസിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന ധാരണ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഓവർ ആക്ടിവിറ്റിയാണ് രോഗകാരണമെന്നായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് അതല്ല, ഇമ്മ്യൂൺ സിസ്റ്റത്തിനുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, അതായിരിക്കാം ഇതിന് കാരണം. കാരണം എന്റേതല്ലാത്തത് ഏതെന്നുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് എന്റേതായിട്ടുള്ള ടിഷ്യൂസ്, അതായത് ഓൺ ബോഡിയിലെ ടിഷ്യൂസിനെയോ ഓർഗൻസിനെയോ ആക്രമിക്കുന്ന ഒരവസ്ഥ എത്തിച്ചേരും. അതിന് കാരണം കൺഫ്യൂഷനാണ്. എന്നാൽ മോഡേൺ മെഡിസിൻ ചിന്തിക്കുന്നത് ഓക്സിഡേഷൻ സ്ട്രെസ് ആണ് ഇതിന് കാരണമെന്നാണ്. ഇത് മാത്രമല്ല, എല്ലാ ഡീജനറേറ്റീവ് ഡിസീസിനും കാരണം ഓക്സിഡേഷൻ സ്ട്രെസ്. ഒരു ചെറിയ വിശദീകരണം തരാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ഒരു കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടാകുമെന്ന് വിചാരിക്കാം. കമ്മ്യൂണൽ ക്ലാഷ് ആകുമ്പോൾ അതിന് വീര്യം കൂടും. ഇപ്പൊ സ്വാഭാവികമായിട്ടും ലോക്കൽ പോലീസ് അവിടെ അടക്കും. ലോക്കൽ പോലീസിനെ കൊണ്ട് ഇടപെടാൻ സാധിച്ചില്ല എങ്കിൽ, ലോക്കൽ പോലീസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സിസ്റ്റത്തിലെ ഫസ്റ്റ് ലൈൻ ഡിഫൻസ് ആണ് ഉദ്ദേശിച്ചത്. അത് പരാജയപ്പെടുമ്പോൾ സെക്കൻഡ് ലൈൻ, അതായത് പാരാമിലിറ്ററി, MSPO, റിസർവ് പോലീസോ അവരിറങ്ങും, അതായത് BSILS ആണ്. അവരെ കൊണ്ടും പറ്റിയില്ലെങ്കിലാണ് കുറച്ചുകൂടെ നല്ല ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള T-cells ഇറങ്ങുന്നത്, അതായത് മിലിറ്ററി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നോട്ടമൊന്നുമില്ല. ലഹള അമർച്ച ചെയ്യുക എന്നുള്ളതാണ് മിലിറ്ററിയുടെ ഉദ്ദേശം. അതനുസരിച്ച് ആ ലഹള അവിടെ അമർച്ച ചെയ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾ നഷ്ടവും വസ്തുനഷ്ടവും ഉണ്ടാകും. ഞാനിവിടെ വസ്തുനഷ്ടം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസോ ഓർഗൻസോ ആണ്. ഇപ്പൊ T-cells ഇവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് കൺഫ്യൂഷനും ഉണ്ടാകും. എന്റെ ഓർഗൻ ഏത്, എന്റെ ടിഷ്യൂ അത്, എന്റേതല്ലാത്തതെന്നുള്ളത്. അതാണ് ശരിക്കും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് ഉദ്ദേശിക്കുന്നത്.
ഏകദേശം അതിന്റെ അവസ്ഥ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി ഏതെങ്കിലും വേറെ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഇതിൽ തന്നെ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം, നമുക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അതിലെ ലോക്കൽ പോലീസ് ഫസ്റ്റ് ലൈൻ ഡിഫൻസ്, ആ അടുത്ത റിസർവ് പോലീസ് അതായത് ബി സെൽസ് ബോൺ മാറോ, പിന്നെ ടി സെൽ ആർമി, ബി സെൽസ് തൈമസെൽസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഐഡന്റിഫൈ, ടാർഗറ്റ്, അറ്റാക്ക് ആൻഡ് ഡിസ്ട്രോയ്, then elimination and memory. Okay. പിന്നെ ഇതിന്റെ ട്രിഗർ, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ട്രിഗർ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഒന്ന് പറയപ്പെടുന്നത്, അത് ഓൾറെഡി ഒരു ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ അതിന്റെ വലിയൊരു സാധ്യതയാണ്. പാരമ്പര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു കോമ്പിനേഷൻസ് ഓഫ് സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് ഇതിന് കാരണമാകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ജനറ്റിക്കൽ പ്രീ ഡിസ്പോസിഷൻ. മറ്റത് എൻവയോൺമെന്റ്. ഇപ്പോൾ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഘടകങ്ങളുണ്ട്. അതായത് കെമിക്കൽസ് ആകാം, മറ്റ് ഡ്രഗ്സ് ആകാം, ഫ്യൂം ആകാം, സ്മോക്കിംഗ് ആകാം, ആൽക്കഹോളിസം ആകാം, അതല്ലെങ്കിൽ പെപ്റ്റിസൈഡ്സ്, അങ്ങനെ ഏതെങ്കിലും ആകാം. ഏതിനോടെങ്കിലും അതിന്റെ അറ്റ്മോസ്ഫിയർ, ഓവർ ഹീറ്റ്, ഈ സാഹചര്യങ്ങളെല്ലാം ഇതിനെ ട്രിഗർ ചെയ്യുന്നതാണ്. ഹെറിഡിറ്ററി അതല്ലെങ്കിൽ ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ ആൻഡ് എൻവയൺമെന്റ്. ഇത് ബൈബിളിലുള്ള ഒരു വിധക്കാരന്റെ ഉപമ പറയുന്നത്. ഫാദർ ഗ്രിഗർ മെന്റലാണ് ഈ ഹെറിഡിറ്ററിയെ സംബന്ധിച്ച്, പാരമ്പര്യത്തെ കുറിച്ച് ആദ്യമായി പഠനം നടത്തുന്നത്. ഏതായാലും ബൈബിളിലുള്ള ഒരു ഉപമ ഇവിടെ പ്രസക്തമാണ്. കാരണം വിധക്കാരന്റെ ഉപമ, വിധക്കാരൻ വിത്ത് വിതയ്ക്കുന്നു, അത് കുറച്ച് വഴിയരിയിൽ വീഴുന്നു, പാറപ്പുറത്ത് വീഴുന്നു, മുൾച്ചെടികളുടെ ഇടയിൽ വീഴുന്നു, പാകമായ നിലത്ത് വീഴുന്നു. അപ്പൊ അവിടെ പാകമായ നിലത്ത് വീഴുന്നത് 60 മേനിയും 100 മേനിയും വിളവ് തരുന്നു. ബാക്കിയുള്ളതെല്ലാം നശിവും. വഴിയരി വീണത് കിളികൾ കുത്തിക്കൊണ്ടു പോകുന്നു. മറ്റേ മുൾപ്പടർപ്പ് വീണത് ഞെരുക്കം കൊണ്ട് അത് വളർച്ച മുറ്റിപ്പോകുന്നു. പാറപ്പുറത്ത് വീണത് ആവശ്യമായിട്ടുള്ള ജലവും മണ്ണും ഇല്ലാത്തത് കൊണ്ട് ഉണങ്ങി. അപ്പം പാരമ്പര്യം മാത്രം പോരാ, അനുകൂലമായ സാഹചര്യം, പരിതസ്ഥിതി കൊണ്ടുണ്ടെങ്കിലേ അവിടെ വളർച്ച ഉണ്ടാവുള്ളൂ. നമ്മളെ രോഗത്തിനും കാരണമാകാനായിട്ട് അനുകൂല പരിസ്ഥിതി വേണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം പ്രീ ഡിസ്പോസിഷൻ മാത്രമല്ല, അനുകൂല സാഹചര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എൻവയൺമെന്റ്. അപ്പൊ നമ്മുടെ ജീവിതശൈലി, സ്ട്രെസ്, ഇതൊക്കെ കാരണമാകുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഓക്സിഡേഷൻ സ്ട്രെസ് ആണ് ഇതിന് മുഖ്യ കാരണമാകാൻ സാധ്യത എന്ന് പറഞ്ഞത്. അതിന്റെ ക്ലാരിഫിക്കേഷൻ വേണം. ഓക്സിഡേഷൻ സ്ട്രെസ് അതായത് നമ്മുടെ ഹ്യൂമൻ സെല്ലിനകത്ത് ഒരു മൈറ്റോകോൺട്രിയാണ്. അതാണ് പവർ ഹൗസ്. അപ്പൊ പവർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് ഒരു സെല്ലിൽ നിന്നുണ്ടാകുന്നത്. വളരെ വളരെ ചെറിയ ഒരു ഫോഴ്സ് ആണ് ഉണ്ടാകുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെല്ലെന്ന് പറയുന്നത് ജീവനുള്ള ഒരു മാഗ്നറ്റും ജീവനുള്ള ഒരു ബാറ്ററിയാണ്. അതിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന മൈറ്റോകോൺട്രിയ ഉത്പാദിപ്പിക്കപ്പെടുന്ന ശക്തി അല്ലെങ്കിൽ ഫോഴ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പൊ ഇതിങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ അപ്പൊ അതിന്റെ ഇന്ധനം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റോ ഗ്ലൂക്കോസ് ആണ്, മോണോസാക്രേറ്റ്. അതാണ് സെല്ലിനകത്ത് ഉപയോഗിക്കപ്പെടുന്നത്. അതങ്ങനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അവിടെ കുറെ ഈ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഓക്സിജൻ ഉണ്ടാകും. അതിന് ഫ്രീ റാഡിക്കൽസ് എന്നാണ് പറയുന്നത്. ഈ ഫ്രീ റാഡിക്കൽസ് ആണ് അപകടകാരി, അക്രമകാരി. അത് സാധാരണഗതിയിൽ 4 or 5 ഒരു സെല്ലിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു. അതിൽ കൂടുതലാണെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യപ്പെടാതെ ഉള്ള ഈ ഫ്രീ റാഡിക്കൽസ് ആ സെല്ലിനെ തന്നെ നശിപ്പിക്കുന്നു. അപ്പൊ ഈ സെല്ല് നശിപ്പിക്കപ്പെടുമ്പോൾ അതിൽ നിന്നും കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഉത്പാദിപ്പിക്കുകയും അടുത്ത സെല്ലുകളെ നശിപ്പിക്കുകയും ചെയ്യും.
അതങ്ങനെ ഒരു ടിഷ്യൂ, ഒരു ഓർഗൻ അങ്ങനെ നശിപ്പിക്കപ്പെടുന്നതിനാണ് ഡീജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. എൻവയൺമെന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും ഒന്നുകൂടെ പറയാം. എക്സ്പോഷർ ടു സോൾവൻസ്, കെമിക്കൽസ്, ഓവർ ഹീറ്റ്, സം ഹീറ്റ്, ഇതെല്ലാം തന്നെ. പിന്നെ അതർ റിസ്ക് ഫാക്ടേഴ്സ് ഏറ്റവും കൂടുതൽ കാണുന്നത് വിമനിലാണ്. ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണുങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ലേഡീസിലാണ് ഇത് കണ്ടുവരുന്നത്. അതിന്റെ ഒരു കാരണം ഈസ്ട്രജൻ അതിന്റെ ഫ്ലക്ച്വേഷൻ ആണെന്ന് പറയപ്പെടുന്നു. ഓട്ടോഇമ്യൂൺ ഡിസീസസ് ഏതാണ്ട് 80-ലധികം ഓട്ടോഇമ്യൂൺ ഡിസീസ് ട്രേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ആന്റിബോഡീസും. ഇതിൽ വളരെ സാധാരണമായി നമ്മൾ കാണുന്നത് ഒന്ന് SLE, 2 റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസ്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഗ്രേവ്സ് ഡിസീസ്, അഡിസൺ ഡിസീസ്, അത് സുപ്രാറീനൽ ഗ്ലാൻസിനെ ബാധിക്കുന്നതാണ്. സുപ്രാറീനൽ ഗ്ലാൻസ് വളരെ വൈറ്റലാണ്. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺസ് ആണ്. അതിൽ കോർട്ടിക്കൽ പാർട്ടിൽ നിന്നും മെഡുല പാർട്ടിൽ നിന്നും കോർട്ടിസോൾ ഉണ്ടാകുന്നുണ്ട്. കോർട്ടിക്കൽ പാർട്ടിൽ നിന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. പിന്നീട് വരുന്നത് അൾഡോസ്റ്റെറോൺ, ദെൻ അഡ്രിനൽ ആൻഡ്രോജൻ. അതിന്റെ മെയിൻ ഡ്യൂട്ടി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് റെഡിയാക്കുക, അതിന്റെ ഗ്രോത്ത്. ദെൻ ലിബിഡോ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ അഡ്രിനാലിൽ നിന്ന് ഉണ്ടാകുന്ന ഈ കോർട്ടക്സിൽ നിന്ന് ഉണ്ടാകുന്ന ആൻഡ്രോജനാണ്. ദെൻ മെഡുലയിൽ നിന്നുണ്ടാകുന്ന 2 പ്രധാനപ്പെട്ട ഹോർമോൺസ് ആണ് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. നോർ അഡ്രിനാലിൻ അത് സ്ട്രെസ് റെസ്പോൺസ്, അതാണ് അതിന്റെ മെയിൻ ഡ്യൂട്ടി. മറ്റതറിയാലോ, സജ്ജമാക്കുക. അഡ്രിനാലിൻ ഫൈറ്റ് ആൻഡ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ ഒരു സാഹചര്യം, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ കൂടുതൽ അഡ്രിനാലിൻ പുറപ്പെടുകയും നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഫൈറ്റ് ആൻഡ് ഫൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവസാനം വരെ ഫൈറ്റ് ചെയ്യാന്നുള്ളത്, തിരിഞ്ഞോടാതെ. ദെൻ മറ്റൊരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണ് അലോപേഷ്യ ഏരിയറ്റ. ദെൻ ഓട്ടോഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, celiac disease, dermatomyositis, inflammatory bowel diseases including നേരത്തെ പറഞ്ഞ celiac disease, Crohn's disease, ulcerative colitis. Then pernicious anemia, psoriasis, scleroderma, Soren's syndrome. And pernicious anemia കഴിഞ്ഞിട്ട് scleroderma. Psoriasis, scleroderma. പിന്നീട് അതിന്റെ വിശദീകരണം വരുന്നുണ്ട്. സോറൻസ് ഡിസീസ്, സോറൻസിന്റെ സ്പെല്ലിംഗ് SJOGREN', വായിക്കുന്ന സോറൻസ്, സോറൻസ് സിൻഡ്രോം. അത് അഫക്ട് ചെയ്യുന്നത് ഈ മോയ്സ്ചർ സെക്രീറ്റിംഗ് ഗ്ലാൻസിനെയാണ്. ലാക്രിമൽ ഗ്ലാൻഡ്, സലിവറി ഗ്ലാൻസിനൊക്കെയാണ് ബാധിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രധാന ലക്ഷണം ഡ്രൈനസ് ആണ്.
dryness of conjunctiva, dryness of mouth. Then vitiligo. ഇതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന അല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡിസീസുകൾ. വിറ്റിലിഗോ പലരും ഇങ്ങനെ ഓട്ടോമൺ ഡിസീസ് ആണെന്നുള്ള ആ ഗൗരവം കൊടുക്കാതെ പലരും ചികിത്സിക്കുന്നുണ്ട്. പലപ്പോഴും അത് പരാജയപ്പെടുകയും ചെയ്യുന്നു. കാരണം വിറ്റിലിഗോ അവിടെ കുറെ ഘടകങ്ങളുണ്ട്. അതായത് ഒന്ന്, മെലാനോ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടാകണം. ആ ഹോർമോൺ മെലാനോ സൈറ്റ്സിൽ എത്തണം. പിന്നെ അതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ടെറിൻ എന്ന് പറയുന്ന ഒരു എസൻഷ്യൽ അമിനോ ആസിഡാണ്. അപ്പൊ ഈ എസൻഷ്യൽ അമിനോ ആസിഡ് മെലാനോഫൈറ്റ്സ് ആ സെല്ലിനുള്ളിൽ വെച്ച് അൾട്രാവയലറ്റിന്റെ സഹായത്തോടു കൂടിയാണ് മെലാനിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഇത്രയും പ്രോസസ്സുണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ ഹോർമോണിന്റെ ദൗർബല്യം, അതല്ലെങ്കിൽ ഇവിടെ എത്താൻ പറ്റാതെ വരിക, എത്തിയാൽ തന്നെ സെല്ലിന് അത് ഉത്പാദിപ്പിക്കപ്പെടാതിരിക്കുക. അപ്പൊ ഇവിടെ വിറ്റിലിഗോയിൽ സംഭവിക്കുന്നത് ഈ മെലാനോഫൈറ്റ്സിനെ നശിപ്പിക്കുക, നശിച്ചു പോകുന്ന ഒരു സാഹചര്യം. ഹോർമോണിന്റെ പേരെന്താ സാറേ? മെലാനിൻ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അല്ല, മെലാനോ സെൽസിൽ എത്തിയിട്ട് അവിടെ ഒരു ഹോർമോണിന്റെ പേര് പറഞ്ഞില്ലേ സാർ? സെൽസിൽ എത്തി കഴിഞ്ഞിട്ട് പിന്നെ അത് ഹോർമോൺ അല്ല, ഇതിന്റെ റോ മെറ്റീരിയൽ, ദാറ്റ് ഈസ് ടെറിൻ, എസൻഷ്യൽ അമിനോ ആസിഡ്. ഈ എസൻഷ്യൽ അമിനോ ആസിഡ് ആണ് മെലാനിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അൾട്രാവയലറ്റിന്റെ സഹായത്തോടു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ D3യെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റിദ്ധാരണയുണ്ട്. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ D3 ഉണ്ടാകുമെന്ന്. അതൊരിക്കലും ശരിയല്ല. വെയിൽ കൊണ്ടാ കറക്കാന്നുള്ളതല്ല D3 ഉണ്ടാകണമെന്നില്ല. D3 ഉണ്ടാകണമെങ്കിൽ അവിടെയും ഒരു റോ മെറ്റീരിയൽ വേണം. അതായത് D6 ഹൈഡ്രോ കൊളസ്ട്രോൾ. അതായത് ഫസ്റ്റ് ക്ലാസ് ഫാറ്റി ആസിഡ്സ് നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രത്യേക കൊളസ്ട്രോൾ ആണ് D6 ഹൈഡ്രോ കൊളസ്ട്രോൾ. ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അൾട്രാവയലറ്റിന്റെ സഹായത്തോടു കൂടി D3, അതായത് കാൽസിഫെറോൾ എന്ന് പറയുന്ന D3 ഉണ്ടാകുള്ളൂ. ഓക്കെ. ഈ ഓട്ടോമൺ ഡിസീസ് നേരത്തെ പറഞ്ഞ് ഏതാണ്ട് 80ഓളം ട്രേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആന്റിബോഡീസും ട്രേസ് ചെയ്തിട്ടുണ്ട്. ഈ വേൾഡ് പോപ്പുലേഷനിൽ ഏതാണ്ട് 4% പേർക്ക് ഓട്ടോമൺ ഡിസീസ് ഏതെങ്കിലും ഒരു ഇനം ഉണ്ടെന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് 15 ലക്ഷത്തോളം ഓട്ടോമൺ രോഗികളുണ്ടാവും പലതരത്തിൽ. അപ്പൊ കാര്യമായിട്ട് ഹോമിയോപ്പതിക്കാര് അത് സ്റ്റഡി ചെയ്ത് ചികിത്സിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വേറെ രോഗം അന്വേഷിക്കേണ്ടെന്നുള്ളതാണ് എനിക്ക് ധാരണ. അതിൽ ഫോക്കസ് ചെയ്താൽ മതിയാവും. കാരണം മോഡേൺ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് പ്രത്യേക ഇതിങ്ങനെ അവർ പറയുന്നത്, എന്റെ പ്രോഗ്നോസിസ് അവർ പറയുന്നത് ലൈഫ് ലോങ് ആണ്, പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ കൊണ്ടും പോകാന്നുള്ളതേ പറയുന്നത്. വേറെ ആരും ഒരു ക്യൂർ ഉള്ളതായിട്ട് പറയുന്നില്ല. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന, ഇത്രയും കുറേ പറഞ്ഞെങ്കിലും മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഡേ ടു ഡേ പ്രാക്ടീസ് കാണുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, SLE, സോറിയാസിസ് ആൻഡ് ക്രോൺസ് ഡിസീസ്. ദെൻ ഫറ്റൽ ഡിസീസസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് NMDA, റിസപ്റ്റർ എൻകഫലൈറ്റിസ്. ചില നീണ്ട പേരാണ്. NMDA റിസപ്റ്റർ എൻകഫലൈറ്റിസ്. വെരി റയർ, ബട്ട് ഇറ്റ് ഈസ് ഫറ്റൽ. പിടിപെട്ടവരാരും ജീവിച്ചിരിക്കുന്നില്ല. അതിന്റെ സിംറ്റംസ്
ആദ്യം തുടങ്ങുന്നത് ചെറിയ പനി, ഡൾ ഹെഡേക്ക്, ഫറ്റീഗ്. അത് കഴിഞ്ഞിട്ട് അത് പുരോഗമിക്കുമ്പോൾ ഈ കൊഗ്നിറ്റീവ് ക്വാളിറ്റീസ് അതെല്ലാം കുറഞ്ഞു വരും. ലാസ്റ്റ് ഒരു സൈക്കോസിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ മരണം സംഭവം. ദെൻ SLE ഫറ്റലാണ്. സിസ്റ്റമിക് ക്ലെറോസിസ്, ഓട്ടോഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, മിക്സഡ് കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ്, ഡെർമറ്റോ പോളിമയോസൈറ്റിസ്. ഇത് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം കില്ലർ ഡിസീസ് വിച്ച് ഇവേഡിങ് ഡയഗ്നോസിസ് എന്ന് പറയുന്ന ഒരു സെഷൻ നമ്മൾ നേരത്തെ എടുത്തിരുന്നു. അതിൽ ഇതിന് ഒരു വിശദീകരണം തന്നിരുന്നു. ഡെർമറ്റോ പോളിമയോസൈറ്റിസ്. ദെൻ വാസ്കുലൈറ്റിസ്. 19 എണ്ണം ഉണ്ടെങ്കിലും ഈ 7 എണ്ണമാണ് ഫറ്റൽ ആയിട്ട് അനുഭവപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫറ്റൽ എന്ന ചോദ്യത്തിന് ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ. അതിന്റെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ആൻഡ് ഓർഗൻ ഡാമേജ്, അൺകൺട്രോളബിൾ ഇൻഫ്ലമേഷൻ ആൻഡ് കോംപ്ലിക്കേഷൻസ്. അതുകൊണ്ട് തന്നെയാണ് അത് ഫാറ്റലാകുന്നത്. നമുക്ക് ഏതാനും നമ്മുടെ ഡേ ടു ഡേ പ്രാക്ടീസിൽ വരാവുന്ന നേരത്തെ പറഞ്ഞ കോമൺ ആയിട്ടുള്ള 5-6 ഓട്ടോഇമ്യൂൺ ഡിസീസ് അത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം. നമുക്ക് പറ്റാത്തതുകൊണ്ട് റൊമാറ്റോളജിസ്റ്റിനെ മാത്രം സാധിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട. എങ്കിലും ഡയഗ്നോസ് ചെയ്ത് നമ്മുടെ കൈ കിട്ടുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചികിത്സിക്കാം. SLE അതിന്റെ സിംറ്റം ഫറ്റീഗ്, ഫീവർ, ജോയിന്റ് പെയിൻ, butterfly patches first appear in the cheek, then nose, and sometimes all over the body. Then skin lesions develop. Then ഇതിന്റെ ഒരു ഫോറണ്ണർ അല്ലെങ്കിൽ ഹെറാൾഡ് എന്ന് പറയാവുന്ന ഒരു സിംറ്റം ഇതാണ്. ഫിംഗർ ടിപ്സ്, ടോസിന്റെ ടിപ്സും ഒന്നല്ലെങ്കിൽ ബ്ലൂ ആയിട്ടോ വൈറ്റ് ആയിട്ടോ ഡിസ്കളറേഷൻ ഉണ്ട്. നല്ല വൈറ്റിഷ് കളർ അല്ലെങ്കിൽ ബ്ലൂയിഷ് കളറായിട്ട് ചേഞ്ച് ചെയ്യും. വെൻ ഹി അണ്ടർഗോൺ സിവിയർ സ്ട്രെസ്. ഒരു സ്ട്രെസ്സിന് ശേഷം ഇങ്ങനെ ഒരു മാറ്റം വരികയാണെങ്കിൽ SLEയുടെ മുന്നോടിയായിട്ട് വരുന്ന ഒരു സംഭവമാണ്. ദെൻ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്. അപ്പൊ അതിന്റെ ഡയഗ്നോസ് പറഞ്ഞില്ല. ഒന്ന് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ തന്നെയാണ്. പിന്നെ അവരുടെ ഹിസ്റ്ററി എടുക്കുക, ANA ആൻഡ് LE സെൽസ്. ദെൻ സ്പെസിഫിക് ആയിട്ടുള്ളത് DSDNA എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റെയിൻ DNA ടെസ്റ്റ് ആണ്. അതായത് കൺഫർമേറ്റീവ് ടെസ്റ്റ്. ഓക്കെ, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് സിംറ്റംസ്. ഫറ്റീഗ് എല്ലാത്തിനും ഉള്ളത്. ഫറ്റീഗ്, ഫീവർ. ഇവിടെ ഫറ്റീഗ്, മൈൽഡ് ഫീവർ, ബ്ലഡ് വിഷൻ, ഡിസിനസ്, muscular cramps and numbness. Diagnosis MRI, brain and spinal cord, then LP, lumbar puncture to draw CSF. And the findings are multiple sclerosis plaques in the spinal fluid. Okay.
Then differential diagnosis. Fibromyalgia, vitamin B12 deficiency, and muscular dystrophy. ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള ഒരു അസുഖമായിട്ടാണ് തുടങ്ങുന്നത്. പിന്നീടാണ് ഗൗരവമുള്ള മറ്റ് സിംറ്റംസ് പ്രത്യക്ഷപ്പെടുന്നത്. Then rheumatoid arthritis, affect the joint, stiffness and pain. Diagnosis, primary test RA factor, then ESR. ESR കൂടുതലും ആകാം, കുറവുമാകാം. കുറവായതുകൊണ്ട് അത് പോസിറ്റീവ് അല്ലെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ RA factor ആണ് മെയിൻ. And a confirmatory test CCP, anti-CCP. Then inflammation marker, CRP. Then images, X-ray, CT, to assess the damage of the joints. Then Soren's syndrome. Symptoms, dryness of eyes and mouth. First, physical examination, that is examination noise, and a detailed case taking. ANA, പിന്നെ അതിൻ്റെ ടെസ്റ്റ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ആൻറ്റി-RO, SSA, LA, SSB, ആൻറ്റിബോഡീസ്. LA, SSB ആൻറ്റിബോഡീസ് ആണ് നോക്കുന്നത്. ഒരു റൊമറ്റോളജിസ്റ്റിനെ റെഫർ ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹം ഡയഗ്നോസ് ചെയ്ത് വരുന്ന കേസ് ഏറ്റെടുക്കുകയാണ് നല്ലതെന്നുള്ളതാണ് അഭിപ്രായം. മറ്റേ ANA കഴിഞ്ഞ് പറഞ്ഞ ആൻറ്റി-RO, RO ബാർ SSA. പിന്നെ അതേപോലെ കണ്ണിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ, ഈ കൺജങ്ക്റ്റിവിക് ഡാമേജ് ഉണ്ടോ ഒക്കെ അസസ് ചെയ്യാനായിട്ട് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ സാധിക്കും. റൊമാറ്റോളജിസ്റ്റും അത് ചെയ്യുന്നതാണ്. അതുതന്നെ ഈ കേസ് സംബന്ധിച്ചിടത്തോളം വെരി ഡിഫിക്കൽട്ട് ടു ഡയഗ്നോസ്. സോ ബെറ്റർ ടു റെഫർ ടു ദി റൊമാറ്റോളജിസ്റ്റ്. Then scleroderma. Clinical evaluation, case taking, physical examination, especially skin. അതിന്റെ സിംറ്റം എന്താ സാറ്? Sclerosis of skin. പക്ഷെ അതിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ ഓർഗൻസ്, ഹാർട്ടിലേക്കും ലങ്ങിലേക്കും ഒക്കെ പിടിപെടും. And diagnosis, first ANA. Then anti-chondromere, MERE, chondromere antibody. CANTRO, MERE, MERE antibodies, അതാണ് confirmatory test. Then images to check out damage of the interior organs, lung, heart, kidney, etc. This also very difficult to diagnose, so better to refer rheumatologist. Then Hashimoto's thyroiditis. Physical examination, especially a neck and thyroid gland, eye palpitation.
then TFT, thyroid function test, then TPO. Anti-thyroid globulin antibodies. TP ആണോ ആന്റി TP ആണോ നമ്മൾ പറയുന്നത്? TPO. ആന്റിബോഡീസ് ആണ്. അടുത്ത പറഞ്ഞ ആന്റി TPO എന്ന് മാത്രമേ ഇടാറുള്ളൂ. മൂന്നാമത്തെ പറഞ്ഞ Anti-thyroid globulin, anti-thyroid globulin antibodies. വേറൊരു കൺഫർമറി ടെസ്റ്റ് ആണ്. Then thyroScan. TPO normal value or range below 35. Then celiac disease. Bloated abdomen. മലയാളത്തിൽ പറയും വയറതെ തൂത പോലെ വേർതിരിക്കുന്നു, കുടം പോലെ വേർതിരിക്കുന്നു. Fatigue, diarrhea, anorexia. And there is growth issue, especially in children. Best diagnose: small t, big G, TTG, IgA. Tissue transglobulin, അതാണ് കൺഫർമറി ടെസ്റ്റ്. അപ്പൊ ഇതിന്റെ എലവേഷൻ ഓഫ് ആന്റിബോഡീസ് ആണ് കൺഫർമേഷൻ ആയിട്ട് എടുക്കുന്നത്. About 50 and more percentage undiagnosed ആയിട്ട് പോവുകയാണ്, എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ. സമയമുണ്ട് ഞാൻ അതിന്റെ ഒരു കഥ പറയും, പിന്നെ പറയാം. celiac disease. Then Addison's disease. Symptoms not specific. എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് അതിന്റെ സിംറ്റംസ് വേരിയബിൾ ആണ്. ഇതിൽ സാധാരണമായിട്ട് കാണുന്ന സിംറ്റംസ് കോൺസ്റ്റന്റ് നൊസിയ, ഫറ്റീഗ്, darkening of skin, dizziness on standing, dull aching pain, dehydration, light-headedness, low BP, low sugar, electrolytic imbalance, that is sodium potassium imbalance. Diagnose: first sodium potassium, then cortisol and ACTH hormones. Then images, X-ray and USG, ultrasound scan. Diet അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അവോയ്ഡ് ബിവറേജസ്, അതായത് കാപ്പി, ചായ ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം. ദെൻ ഗ്രേപ്പ് ഫ്രൂട്ട്, അതാണ് ഏറ്റവും വലിയ വില്ലൻ. ഇത് ഇന്ററാക്ട് ചെയ്യുന്നു, കോർട്ടിസോളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അതിനെ നിർവീര്യമാക്കുന്നു. അതുകൊണ്ടാണ് ഈ ഭക്ഷണങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുന്നത്. ഗ്രേപ്പ് ഫ്രൂട്ട് എന്താന്ന് മനസ്സിലാക്കും? ഗ്രേപ്പ് ഫ്രൂട്ട് ഉദ്ദേശിക്കുന്നത് ചിലടത്ത് കുംബ്ലൂസ് നാരങ്ങ എന്ന് പറയും, ചില സ്ഥലത്ത് കമ്പിളി നാരങ്ങ എന്ന് പറയും, വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോർട്ടിസോള് മെറ്റബോളിസവും ഇമ്മ്യൂൺ റെസ്പോൺസിനെ നിയന്ത്രിക്കുന്നതാണ്. അതെല്ലാം തകരാറിലും ഈ പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട ബിവറേജസ്, അതിന്റെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാപ്പി, ചായ, പിന്നെ ഈ ഗ്രേപ്പ് ഫ്രൂട്ട് ഇതെല്ലാം ഉള്ളിച്ചെത്ത് കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്. soreness of hepatic region, constant soreness of hepatic region. Severe lobar and portal inflammation. Symptoms of severe hepatitis. Damage of hepatocytes. Mononuclear cells. And plasma cells. Histopathology. പ്രധാനപ്പെട്ട കീ പാത്തോളജി. കീ ഹിസ്റ്റോപാത്തോളജി. ഒന്ന് പോർട്ടൽ ഇൻഫ്ലമേഷൻ, ഇന്റർഫേസ് ഹെപ്പറ്റൈറ്റിസ്, spreading of inflammation, plasma cells, fibrosis or cirrhosis. എംപെരിപോളസിസ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് തുളച്ച് മറ്റൊരു സെല്ല് കയറും, പരസ്പരം സെല്ലിനെ തുളച്ച് അതോടൊരു സെൽത്വം ഉണ്ടാവും. സ്പെല്ലിംഗ് വേണം. EMPER PER IPOLESIS. എംപെരിപോളസിസ്. Penetrating of cells each other. DD, differential diagnosis, viral hepatitis, hepatitis BC. Autoimmune hepatitis communicable അല്ല, മറ്റത് communicable ആണ്. ഹെപ്പറ്റൈറ്റിസ് ഫറ്റൽ ആണ്, മറ്റേ മോർട്ടാലിറ്റി റേറ്റ് താരതമ്യേന കുറവാണ്. Diagnosis, biopsy. The infiltration of plasmocytes. Abundance of
plasma cells, especially in the portal tract. Damage of liver edges. Fibrosis leading to cirrhosis. A biopsy is the confirmatory test. Then Crohn's disease. A chronic inflammatory disease, especially bowel, which degenerates the lining membrane of the bowel. Symptoms: abdominal pain, diarrhea, weight loss, anorexia, fatigue. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ മൈനർ സിംറ്റംസ് ആയിരിക്കും, ചിലരെ സംബന്ധിച്ചിടത്തോളം സിവിയർ സിംറ്റംസ് ആയിരിക്കും. അതുകൊണ്ട് സിംറ്റംസ് വേരിയബിൾ ആണ്. കോംപ്ലിക്കേഷൻസ്: പെർഫറേഷൻ, ulceration, and infection. Diagnosis: case taking, detailed case taking. Then CRP to assess the, it's a inflammation marker for inflammation index on CRP നോക്കുക. Stool examination for infection. Endoscopy to assess damage. Then biopsy, which reveal granuloma. That is a confirmatory or crucial test ആണ്, confirmatory test ആണ് biopsy. Then images, CT or MRI to assess damage. Vasculitis. Large vessel vasculitis and കുറെ ടൈപ്പ് ഉണ്ട്, നമ്മൾ 2-3 മാത്രം. മീഡിയം വെസൽ വാസ്കുലൈറ്റിസ് or polyarthritis nodosa എന്നും പേരും. polyarthritis nodosa. Then Kawasaki disease. Kawasaki rashes ഉണ്ട്. ചില പേർക്ക് കൊറോണ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ് കവാസാക്കി റാഷസ്. ഇത് കവാസാക്കി ഡിസീസ് വിച്ച് ഈസ് ഓട്ടോമോൺ ഡിസീസ് ഓഫ് വാസ്കുലൈറ്റിസ്, മീഡിയം വാസ്കുലൈറ്റിസ്, അതിന്റെ ഒരു ഇനമാണ് കവാസാക്കി. ദെൻ 3 സ്മോൾ വെസൽ വാസ്കുലൈറ്റിസ്, സ്മോൾ വെസൽ വാസ്കുലൈറ്റിസ്. ഒന്ന് ഗ്രാനുലോമാറ്റോസിസ്, പോളി ആൻജൈറ്റിസ്. Then microscopic polyangiitis. Small vasculitisന്റെ 2 വിഭാഗങ്ങളാണ്. 4 സെൻട്രൽ നെർവ് വാസ്കുലൈറ്റിസ് or central nervous system vasculitis. Okay, immediate death.
അതിന്റെ സിംറ്റംസ് വേരിയിങ് ആണ്. കാരണം ഏത് ഏരിയയിൽ വരുന്നു, ഏത് ആർട്ടറിയെ ബാധിക്കുന്നു, നെർവസ് സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. പിന്നെ എക്സ്ട്രിമിറ്റീസിലാണെങ്കിൽ അതനുസരിച്ച് റാഷസ്, അൾസേഴ്സ് അതൊക്കെ. പിന്നെ ഫീവർ ഉണ്ടാവും, ഫറ്റീഗ് ഉണ്ടാവും, വെയിറ്റ് ലോസ്, മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാകുന്ന ജനറൽ സിംറ്റംസ് എല്ലാം ഇതിനുണ്ട്. സ്കിൻ റാഷസ് ആൻഡ് ഡിസ്കളറേഷൻ ആൻഡ് അൾസറേഷൻ. നെർവ് സിസ്റ്റത്തെ ബാധിക്കുകയാണെങ്കിൽ പ്രൈമറി സിംറ്റം നംബ്നെസ് ആൻഡ് ട്രെമർ, വീക്ക്നെസ് ഓഫ് എക്സ്ട്രിമിറ്റീസ്. കിഡ്നിയെ ബാധിക്കുകയാണെങ്കിൽ ഹിമറ്റോറിയ ആൻഡ് ഹൈ BP. ലങ്സിനെ ബാധിക്കുകയാണെങ്കിൽ ഹിമോപ്റ്റൈസിസ്. ജോയിന്റ്സിനെ ബാധിക്കുകയാണെങ്കിൽ പെയിൻ ആൻഡ് ടൈറ്റ്നസ്. ഇത്രയാണ് സാധാരണമായി നമ്മളുടെ മുമ്പിൽ വരാവുന്ന ഓട്ടോഇമ്യൂൺ ഡിസീസസ്. അധികം സമയമില്ല, 1-2 കേസുകൾ മാത്രം പറയാം. ഒന്ന് സീലിയാക് ഡിസീസ്, ഒരു കഥ പറയാന്ന് പറയുന്നത് എൻ്റെ സ്വന്തം കഥയാണ്. സ്വന്തമാണ് എൻ്റെ സിസ്റ്റർ. അപ്പൊ ആദ്യം ഞങ്ങളുടെ നാട്ടിൽ വൈക്കത്ത് ജില്ലാ ആശുപത്രിയാണ് വൈക്കം, കോട്ടയം ജില്ലാ ആശുപത്രി വൈക്കം ഹോസ്പിറ്റൽ. അപ്പൊ ആദ്യം അടുത്തുള്ള ഒരു ഡിസ്പെൻസറി പോയി. വയറിളക്കമാണ് മെയിൻ, ബ്ലോട്ടിംഗ് ഓഫ് അബ്ഡമൻ. അവിടുന്ന് അവർ റെഫർ ചെയ്തു ഏതെങ്കിലും വലിയ ആശുപത്രി പോകാൻ പറ്റും. അങ്ങനെയാണ് ജില്ലാ ആശുപത്രി പോയി. അവിടെ ഒരു 2 മാസം ചികിത്സിച്ച്. അന്നൊക്കെ കൊടുക്കുന്നത് ഈ അമീബിയാസിസ് എന്നൊക്കെ പറഞ്ഞ് ഗെമറ്റിൻ ഇഞ്ചക്ഷൻ ആണ്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ. അത് ഒരു കോഴ്സ് 7 എണ്ണമൊക്കെ, സ്വർഗം കാണുന്ന ഇഞ്ചക്ഷൻ. അതും പല കോഴ്സുകൾ എടുത്തിട്ടൊന്നും ആയില്ല. അപ്പൊ അങ്ങനെയായപ്പോഴാണ് ലിസി ആശുപത്രിയിൽ ഡോക്ടർ ജോസഫ് കുര്യൻ ചാർജ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ലിസിയിലെത്തി. പഴയ ലിസി ഒരു കൊച്ചു ബിൽഡിംഗ് ആണ്. അവിടെ എത്തി. അവിടെ ഏതായാലും 2.5 മാസം ചികിത്സിച്ചു, ഒരു കുറവുമില്ല. അപ്പൊ ഇത് ആശുപത്രിക്കാർക്ക് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായിരുന്ന പൈസാറിനെ കൊണ്ടു, ഇവരുടെ സ്വന്തം ചെലവിൽ പൈസാറിനെ കൊണ്ടുവന്ന് പൈസാറ് പഴയ ഫയലുകളെല്ലാം ഒരു കെട്ടുണ്ട്, അതെല്ലാം പരിശോധിച്ച്, കൊച്ചിനെ പരിശോധിച്ച് അദ്ദേഹം പറഞ്ഞത് മോസ്റ്റ് പ്രോബബ്ലി സീലിയാക് ഡിസീസ് എന്ന് മറ്റേ ഡോക്ടറോട് പറഞ്ഞു, ജോസഫ് കുര്യൻ ഡോക്ടറോട് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് എഴുതിക്കുമ്പോൾ അമ്മയും അപ്പനും ഒക്കെ ബഹളം തുടങ്ങി, കരച്ചില്. അപ്പൊ പറഞ്ഞ് അതല്ല സിസ്റ്ററെ, ഡിസ്ചാർജ് ചെയ്തെന്ന് പറഞ്ഞാൽ കേസ് ഞാൻ ഉപേക്ഷിച്ചെന്നുള്ളതല്ല, കേസ് ഞാൻ ഏറ്റെടുത്തു എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോക്കൂ, വേറെ മരുന്നൊന്നും വേണ്ട. ഈ കൂവപ്പൊടി മാത്രം കാച്ചി കൊടുക്കുക, പാലൊന്നും ചേർക്കാം. ആദ്യം കൂവപ്പൊടി മാത്രം കാച്ചി കൊടുത്ത് ഈ വയറുറക്കി സാധാരണ മലം പോകുന്ന ആ ഇതാകുമ്പോൾ റാഗിപ്പൊടി കാച്ചി കൊടുക്കും. റാഗിപ്പൊടി കാച്ചി കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മാതളത്തൊണ്ട് വാങ്ങാൻ കിട്ടും. അത് കുറച്ച് എടുത്ത് ഇങ്ങനെ കഷായം പോലെ വെച്ച് വെള്ളം തിളപ്പിക്കുക, കാച്ചി കുറുക്കുമെന്നും വേണം. ദാഹത്തിന് അത് മാത്രം കൊടുക്കൊണ്ടിരിക്കും. അതൊരു 6 മാസം കണ്ടിന്യൂ ചെയ്യുന്നു. ഏതായാലും 2-3 മാസമായപ്പോൾ തന്നെ കുട്ടി ഉഷാറായി, വെയിറ്റ് വെച്ചു. മറ്റത് എല്ലും തോലും മാത്രമാണ്. പൈ ഡോക്ടർ വന്ന് ഇങ്ങനെ പിന്നെ ഇങ്ങനെ സ്കിന്നെ പിടിച്ചിങ്ങനെ പോക്കി കഴിച്ചാൽ തൂങ്ങിഞ്ഞു പോകും. അതെല്ലാം മാറി, വെയിറ്റ് ഒക്കെ വെച്ചു, ഉഷാറായി. വേറെ ഒരു മരുന്നും കൊടുത്തില്ല. മരുന്നായിട്ട് കൊടുത്തത് മാതളത്തുണ്ട്. അത് നമ്മുടെ സ്വന്തം കേസ്. രണ്ടാമത്തെ മാതളത്തുലിയാണോ? മാതളം, ആ തോല് അത് ഉണക്കി അത് കഷായത്തിൽ ചേർക്കുന്നതാണ്. മാതളത്തൊണ്ടെന്നാണ് ആയുർവേദക്കാർ പറയും. എന്റെ ബ്രദറിലോ, അദ്ദേഹത്തിന് ക്രോൺസ് ഡിസീസ് ആയിരുന്നു. അപ്പം ഗ്യാരേജിലായിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ഓടാലോ, ടോയ്ലറ്റിലേക്ക്. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് മടുത്തു. അപ്പൊ അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ കേസൊക്കെ എടുത്ത്
ഞാൻ ആദ്യം കൊടുത്തത് കുറിച്ചിയാണ്, കുറിച്ചി ടിഞ്ചർ. കുറിച്ചി ടിഞ്ചർ കൊണ്ട് ഏതാണ്ടൊരു കൺട്രോൾ വന്ന് അതിന്റെ എണ്ണം കുറഞ്ഞു, ലിക്വിഡ് കുറഞ്ഞ് കുറെ സെമി സോളിഡ് പരിപാടി. അപ്പൊ ചപ്പാരോ അടുത്തത് കൊടുത്തു. ഇന്റർകറന്റ് ആയിട്ട് സൾഫറാണ് കൊടുത്തിട്ടുള്ളത്. ചപ്പാരോയിൽ അത് കറക്റ്റായി. പിന്നീട് നക്സോമിക്കല് പൂർണ്ണമായിട്ടും മാറി. ചപ്പാറ് ടിഞ്ചറാണോ? അതെ. ഒരു പെരിഫറൽ വാസ്കുലൈറ്റിസ് ഒരു കേസ്, 42 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹം ഈ ഫ്രീസിംഗ് സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് ഡയഗ്നോസ് ചെയ്താണ് നമ്മുടെ അടുത്താണ് പെരിഫറൽ വാസ്കുലൈറ്റിസ് ഡയഗ്നോസ് ചെയ്താണ്. പക്ഷെ അയാൾക്ക് അഡീഷണൽ ആയിട്ട് ഫോളിക്കുലൈറ്റിസ് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് ആദ്യം ചിന്തിച്ചു ഫോളിക്കുലൈറ്റിസ് കൊണ്ട് നാട്രമോർ കൊടുത്താലും. അപ്പൊ കൂടുതൽ കേസ് എടുക്കാൻ അയാളുടെ മൈൻഡും ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നെക്സോമിക്കാണ് അത് കൊടുക്കാൻ കാരണം. ഇയാളുടെ പ്രത്യേകത, ഇയാളൊരു സിനിക് മീൻസ് ദോഷൈക തീർക്കുക, എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരാൾ. അതേപോലെ തന്നെ ഇറവറന്റ്, അങ്ങനെ വലിയ ബഹുമാനമൊന്നും ബാക്കിയുള്ള ഇപ്പൊ ഡോക്ടറാണെന്ന് വിചാരിച്ചാൽ പോലീസാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന കൂട്ടത്തിൽ. ഇങ്ങനെ ഉള്ള ഒരു മെന്റാലിറ്റിയും മാത്രമല്ല, ഒരു ടൈറ്റ്നസ് ആൻഡ് ക്രാമ്പി പെയിൻ ബോത്ത് കാൽവ്സ് രണ്ട് ഉണ്ടായിരുന്നു. ഇത്രയും സിംറ്റംസ് വെച്ചുകൊണ്ട് നക്സിലാണ് ഞാൻ തീരുമാനം എടുത്തത്. അങ്ങനെ ഉറച്ച തീരുമാനം നക്സിലെടുത്ത് നക്സാണ് കണ്ടിന്യൂ ചെയ്തത്. സപ്പോർട്ടീവായിട്ട് ബയോകെമിസ്ട്രി കൊടുത്തു. അത് ഫെറംബോസും കാലിസൾഫുമാണ് കൊടുത്തത്. ഏതായാലും ഏതാണ്ട് 1.5 വർഷം കൊണ്ട് അയാളുടെ കേസ് പൂർണ്ണമായി സുഖമായി. ഇപ്പൊ വർഷങ്ങൾ സുഖമായിട്ടിരിക്കും. മറ്റൊരു കേസ് സോറിയാസിസ്, ഞാൻ ഇവിടെ ഈ ഫ്ലോറിൽ കാണിച്ചിട്ടുള്ളതാണ്. 63 വയസ്സുള്ള ഒരാളാണ്, ഇപ്പൊ 70 വയസ്സുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ പുഴു പോലെ തോല് ചുരുണ്ട് ഇളകി വിട്ടുപോകുന്ന ഒരു കേസ്. അപ്പൊ അദ്ദേഹം ആദ്യം അഡ്മിറ്റ് ആയത് ഒരു ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലായി. അവിടെ വെച്ച് ഇത് വഷളായി ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിലായി. പിന്നെ എക്സോഡേഷൻ കൊണ്ട് തോല് ഇങ്ങനെ ചുരുണ്ട് നിലത്ത് വീഴും, പുഴു പോലെ. അവർ റെഫർ ചെയ്ത് കളമശ്ശേരി ആശുപത്രി. അവിടെ ചെന്ന് അവിടെ പോയില്ല, കാരണം മോളുടെ മാരേജ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ പോയി കിടന്നു കഴിഞ്ഞാൽ ഇത് എല്ലാവരും വന്ന് അവിടെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ഒരു കാര്യം നടക്കും. എന്നാൽ ഒരു ഡോക്ടറെ കാണാൻ വിചാരിച്ച് പ്രൈവറ്റിൽ പോയി വേറൊരു ഡോക്ടറെ എടുത്ത്, മട്ടാഞ്ചേരിയിൽ ഒരു ഡോക്ടറെ എടുത്ത്. അങ്ങനെ ഇരിക്കാൻ പോലും സംഭവിച്ചില്ല. തന്നെ അങ്ങോട്ട് റെഫർ ചെയ്തില്ല, ഞാൻ അവിടെ പോയി കിടക്കും, ഞാൻ മരുന്ന് കഴിക്കുന്നു. അങ്ങനെ പിന്നെ സങ്കടമായി. ഓട്ടോച്ചി ചെന്ന് മറ്റൊരു ഡോക്ടർ, ഒരു ഹോമിയോ ഡോക്ടർ ചെന്ന്, നിങ്ങൾക്ക് വല്ലതും ചെയ്യാണ്ട്. അങ്ങനെ പറഞ്ഞ് ഞാൻ ഏതായാലും ഇത് കൈവെക്കുന്നില്ല, ഇങ്ങനെ ഒരാളുണ്ട്, ഒരു ഡോക്ടർ ജെയിംസ് പോൾ എന്ന് പോയി കാണാം. അങ്ങനെയാണ് എൻ്റെ അടുത്തത്. ഏതായാലും അത് ഞാൻ ഈ ഫ്ലോറിൽ അയാളുടെ ഫോട്ടോയും അയാളുടെ സാക്ഷിയൊക്കെ നേരത്തെ കേൾപ്പിച്ചിട്ടുള്ള. ഏതായാലും ഇപ്പം 7 വർഷമായി. 2 വർഷം കൊണ്ട് സുഖമായി. ഇപ്പം 7 വർഷമായി. ഒരു 5 വർഷം കൂടെ അയാൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ രക്ഷപ്പെട്ടു നടത്തും. 7 വർഷമായി ഒരു പ്രശ്നവും. അതേപോലെ തന്നെ മെഡിസിൻ ഏതാ കൊടുത്തേ? മെഡിസിൻ കൊടുത്ത സെലിനിയം. അത് കൊടുത്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇയാൾ വർഷങ്ങളായി ചികിത്സ എടുക്കുകയാണ്. പിന്നെ ഈ ഒരു ആലപ്പുഴ അടുത്തൊരു ക്ഷേത്രമുണ്ട്, നാഗത്തിന്റെ, അവിടെയൊക്കെ പോയി. വേറെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. പല നേർച്ചയും കാഴ്ചയൊക്കെ വെച്ച് ലാസ്റ്റ് ഇയാൾ നിരാശനായി. ഇതെന്റെ വിധിയാണ്, ശാപഗ്രസ്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എൻ്റെത്, ഇതിന് മാറുക എന്നുള്ള ധാരണയായി പോയി. കാരണം ഇങ്ങനെ അവിടുന്ന് ഉപേക്ഷിച്ച് വേറെ ഡോക്ടറെ കണ്ട് അതും ഉപേക്ഷിച്ച് വേറെ ഹോമിയോ ഡോക്ടറെ കണ്ട് അയാൾ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ നിരാശനായി. അപ്പൊ ഈ ഒരു മെന്റാലിറ്റി വെച്ചിട്ടാണ് ഞാൻ സെലിനിയം സെലക്ട്. ഓക്കെ. പിന്നെ മറ്റൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നമ്മുടെ ലൈഫ് ആദ്യമായിട്ട് കാണും, രണ്ടാൾക്കും സോറിയാസിസ്. വൈഫിന് ജോയിൻസിനാണ്, മേജർ ജോയിൻസ്. അത് അഗ്രവേറ്റ് ചെയ്തപ്പം ചിരട്ട പോലെ അടന്നു.
രണ്ട് മുട്ടിൽ നിന്നും കൈമുട്ടിൽ നിന്നും മെയിനായിട്ട് അടന്നു പോരും. ആ ടൈപ്പ് സോറിയാസിസ്. ഹസ്ബൻഡിനാണെങ്കിൽ ഇങ്ങനെ റൗണ്ട് പാച്ചസ് ആണ്. ഇപ്പം വൈഫ് ഞാൻ കണ്ടെത്തിയ മരുന്ന് ആഴ്സാൽബർ. അതിന് കാരണം അവരുടെ മെന്റാലിറ്റി തന്നെയായിരുന്നു, മൈൻഡ്. ഇയാൾ അവരെ പറ്റി ഹസ്ബൻഡ് പറയുന്നത്, എന്റെ സാറെ ഇരുമ്പ് കുടിച്ച വെള്ളം പോലെയാണ് എന്ന് പറഞ്ഞാൽ അത്ര സ്റ്റിഞ്ചിയാണ്. അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരുന്നില്ല, അത്ര സ്റ്റിഞ്ചിയാണ്. അത് ശരിയാണല്ല. ഈ ആഴ്സാൽബറെ സംബന്ധിച്ചിടത്ത് ഇങ്ങോട്ട് തൂമ്പ പോലെ വലിച്ചെടുക്കുക എന്നുള്ളത് അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടി ആഴ്സാൽബത്തിനില്ല. പക്ഷെ ആള് ദൈവവിശ്വാസിയൊക്കെയാണ്. റിലീജിയസ് റൈറ്റ്സ് അതെല്ലാം കാര്യമായിട്ട് തന്നെ കൊണ്ടുപോകും, പ്രാർത്ഥനയും കാര്യവും, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ആളിങ്ങനെയാണ് മെന്റാലിറ്റി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആഴ്സാൽബ് സെലക്ട് ചെയ്ത് അതിൽ പൂർണ്ണമായിട്ട് ഭേദമായി. ഇപ്പൊ 12 വർഷമായി മറിച്ച് വന്നിട്ടില്ല. ഹസ്ബൻഡിന് ഇതുവരെ ഭേദമായിട്ടില്ല. അയാൾ ഇന്നും ഇടയ്ക്കിടയ്ക്ക് ഓടി വരും, മരുന്നും മേടിച്ചു. അയാൾക്ക് ഞാൻ സെലക്ട് ചെയ്തത് സൾഫറാണ്. പിന്നെ അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു കുട്ടി ട്യൂബറസ് സ്ക്ലെറോസിസ്, അതായത് 12 മുതൽ 16 വരെ എപ്പിലെപ്റ്റിക് പിറ്റ്സ് ഓർ കൺവൾഷൻ ദിവസം ഉണ്ടായിക്കൊണ്ടിരുന്ന കൊച്ചാണ്. ഇപ്പൊ ഇവര് കോയമ്പത്തൂരാണ് സെറ്റ് ചെയ്യുന്നത്. 3 മാസം കൂടുമ്പോൾ അമൃത ഹോസ്പിറ്റലിൽ എത്തും. ഇപ്പൊ അഡൽട്ട് ഡോസ് ആണ് കൊടുത്തോണ്ടിരുന്നത് സപ്രസ് ചെയ്യാനായിട്ട്. കൺവൾഷൻ സപ്രസ് ചെയ്യാൻ അഡൽട്ട് ഡോസ് കൊടുത്തിട്ട് ഈ കുട്ടി ഇങ്ങനെ വെച്ചാണ് നടക്കുന്നത്. പക്ഷെ ഈ ടൈമിന് ഫിക്സ് ഉണ്ടാകും, അതിന് കുറവില്ല. അവര് ഏതാണ്ട് 1.5 വർഷത്തോളം അവിടെ ചികിത്സിച്ചു. 3.5 വയസ്സ് കുട്ടിക്ക്. അവര് വീണ്ടും അവിടെ എത്തി, ഡോക്ടറെ കണ്ടു. ഞങ്ങൾക്ക് ഇനി ഇതിന്റെ ഡോസ് കൂട്ടി കൊടുക്കാന്നേ ഉള്ളൂ. അഡൽട്ട് ഡോസാണ് ഓൾറെഡി കൊടുക്കുന്നത്, ആ ഡോസ് കൂട്ടി കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് കൊച്ചു കിടന്നു പോകില്ലോ. അതല്ലാത്ത വേറെ നിവർത്തില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ അച്ഛനും അമ്മയും ഈ ഡോക്ടർ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത്. അപ്പൊ അവിടെ നിന്ന് ഒരാള് ഇവരുടെ കരച്ചിലുണ്ട് ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്താണ് പ്രശ്നം ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ചോദിച്ചത്, നിങ്ങൾ സൈമൾട്ടേനിയസ് ആയിട്ട് വേറെ എന്തുകൂടെ നോക്ക്. ഈ പഴയ ആയുർവേദ ചികിത്സകൾ, അത് ബാലചികിത്സ ചെയ്യുന്നു. പുതിയ ആൾക്കാരെയൊന്നും നോക്കരുത്, പഴയ ആൾക്കാരെ നോക്കണം. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ ആള് പറഞ്ഞ്, എനിക്ക് അങ്ങനെയുള്ള ആളൊന്നും അറിയില്ല, പക്ഷെ ഒരു ഹോമിയോ ഡോക്ടർ അറിയാം. അങ്ങനെ ജെയിംസ് പോളാണ്. അങ്ങനെ നമ്പരൊക്കെ തരാം. അങ്ങനെയാണ് അവര് തേടി നമ്മുടെ അടുത്ത് വന്നത്. ഏതായാലും ഒരു 6 മാസം കൊണ്ട് കൺവെൻഷൻ പൂർണ്ണമായി മാറി. ഇപ്പൊ കുട്ടിക്ക് 6 വയസ്സാണ്. അത് ഞാൻ ഫ്ലോറിൽ കാണിച്ചിട്ടുള്ളതാണ്, കാണിക്കാം. ഇനി അധികം കേസ് പറയാൻ സമയമില്ലെന്ന് തോന്നുന്നു. സമയം കഴിഞ്ഞു സാറേ. സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഈ കേസിന് എന്തെങ്കിലും ചർച്ചയ്ക്ക് മറ്റൊരു കാര്യം എനിക്ക് അങ്ങോട്ട് പറയാനുണ്ട്. കാരണം ഇന്നലെ ഒരാള് ഒരു സംശയം പറഞ്ഞ് സി പ്രോട്ടീന്റെ കാര്യം പറയും. ഞാനൊരു അക്ഷരം വേണ്ടിയില്ല, കാരണം എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം ശാസ്ത്രം അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ കണ്ടെത്തലുകൾ ഉണ്ട്. അപ്പൊ ഇതിനെന്തെങ്കിലും ഈ ഇമ്മ്യൂൺ റെസ്പോൺസുമായിട്ട് സി പ്രോട്ടീൻ എന്തെങ്കിലും ബന്ധം ഉണ്ടാകും എന്ന് ഞാൻ ധരിച്ചു. പക്ഷെ ഞാൻ ഇന്ന് പലരോടും ചോദിച്ചിട്ട് അവർക്ക് അറിവ് കഴിയുന്നില്ല, അങ്ങനെ ഒരു ഉള്ളതായിട്ട് അറിവില്ല. എനിക്കേതായാലും അറിവില്ല. ഇപ്പോൾ ഈ ഫ്ലോറിലുള്ള ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാമെങ്കിൽ പറഞ്ഞു. ഇന്നലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് പറഞ്ഞത്, സി പ്രോട്ടീൻ ഇതില് ഉൾപ്പെടുത്തണം, അത് കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. പക്ഷെ ഞാനങ്ങനെ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായത്. ബൈബിളിലൊരു വചനമുണ്ട്. വചനം ഇതാണ്, അറിവില്ലാത്ത കാര്യത്തിന് വായ തുറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വായ തുറക്കുന്നത്, കാരണം എനിക്ക് അറിവില്ല. ആരെങ്കിലും അറിവുണ്ടെങ്കിൽ പങ്കുവെച്ചാൽ കൊള്ളാമെന്നാണ് എന്റെ അഭ്യർത്ഥന. എന്തായാലും സാറേ, ഡോക്ടർ അനിൽകുമാറാണ്. അത് വേറൊന്നുമില്ല, സി റിയാക്റ്റീവ് പ്രോട്ടീൻ അത്രേ ഉള്ളൂ. CRP പ്രോട്ടീൻ എന്ന് പറയുന്നത് അത് പിന്നെ ഡോക്ടർ സി പ്രോട്ടീൻ ഒന്ന് അടിച്ചു നോക്കിയാൽ CRP വരുള്ളൂ, വേറൊന്നുമില്ല. അല്ല, സി പ്രോട്ടീൻ ഉണ്ട് ബ്ലഡിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അല്ല, അത് അടിച്ചപ്പോഴത്തേക്കും വരുന്നത് സി പ്രോട്ടീൻ ഡോക്ടർ അടിക്കുമ്പോഴും CRP ആണ് വരുന്നത്. അല്ലെന്നും സി പ്രോട്ടീൻ ഉണ്ട്.
അങ്ങനെ ഒരു സംഭവമുണ്ട്. ഞാനിപ്പോ പ്ലാസ്മ പ്രോട്ടീൻ, മാട്രിക്സ്, പിന്നെ മൂക്കോ പ്രോട്ടീൻ, അങ്ങനെ കുറെ പ്രോട്ടീൻ ഉണ്ട്. ആ കൂട്ടത്തിൽ സി പ്രോട്ടീനും ഉണ്ട്. പക്ഷെ അത് ഈ ഇമ്മ്യൂൺ റെസ്പോൺസുമായിട്ട് ബന്ധം ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. CRP വേറെ, അതൊരു ഇൻഫ്ലമേഷൻ ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ ഒരു മാർക്കറാണ്. അനിൽകുമാർ ഡോക്ടറെ, സാറിനൊരു നന്ദി പറയണേ. അല്ല അല്ല എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും ഈ ഫ്ലോറിൽ പറയാനുണ്ടോ? കാരണം അത്രയും സീനിയറിട്ട ഒരു ഡോക്ടറാണ് അത് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അല്ല, സാറ് സ്ക്ലീറോഡെർമയെ പറ്റി പറഞ്ഞല്ലോ. സ്ക്ലീറോഡെർമ എന്തോ? സ്ക്ലീറോഡെർമ ആ അത് റെഫർ ചെയ്യാൻ എൻ്റെ ഒരു പേഷ്യന്റ് ഉണ്ട്, പക്ഷെ ഇംപ്രൂവിംഗ് ആണ് ഹോമിയോ മെഡിസിൻ കൊടുത്തോ. ആ ആ ഒരു അല്ല, പേഷ്യന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ കാര്യമായിട്ട് ചികിത്സയിൽ ഇമ്പ്രൂവ് ചെയ്യും. വേറെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. കൊണ്ടാണ്. വേറെ SLD ഒക്കെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, അതും ഇംപ്രൂവ്മെന്റ് ഉണ്ട്. നമ്മുടെ മെഡിസിൻസ് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഡയറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, ഡയറ്റ് നോക്കണം. അപ്പൊ അത് ന്യൂട്രീഷൻ കൊടുക്കണം. ആന്റി ഓക്സിഡൻസ് മസ്റ്റ് ആയിട്ട് കൊടുക്കണം, സപ്ലിമെന്റ് കൊടുക്കണം. അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ സപ്ലിമെന്റ് കൊടുക്കണം. ആന്റി ഓക്സിഡന്റ് മസ്റ്റ് ആണ്. എന്തായാലും നമ്മുടെ ഹോമിയോപ്പതിയിൽ ഇത്രയും അറിവിന്റെ കൂമ്പാരമായിട്ട് സംസാരിക്കുന്ന സാറിന് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനിയും കൂടുതൽ കേസസ് സാറ് അതിനിടയ്ക്ക് തന്നെ സി പ്രോട്ടീനൊക്കെ തപ്പി പിടിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ഞാനും ഒന്ന് തപ്പിയെടുക്കാം. അതെ അതെ. എന്തായാലും IFPH ഇത്രയും നല്ലൊരു ക്ലാസ് തന്ന സാറിന് IFPH പേരിൽ വളരെയധികം അഗാധമായ നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു വെരി മച്ച്. നന്ദി അനിൽകുമാർ ഡോക്ടറെ. ഇത് കാണാമോ? എന്തോ കാണാമോ? കാണാം. ട്യൂബറസ് സ്ക്ലെറോസിസ് 33 ട്യൂബറുകൾസ് ബ്രെയിനിൽ ഉണ്ടായിരുന്ന കൊച്ചാണ്. ഇപ്പൊ 6 വയസ്സുണ്ട്. അവര് പറഞ്ഞ സമയം കഴിഞ്ഞ് കൊച്ചു സർവൈവ് ചെയ്യുകയാണ്. ആയുസ് എത്തിയ കൊച്ചാണ്. അതിന് എന്തോ സാർ കൊടുത്തേ? അത് ആദ്യം കൊടുത്തത് സ്ട്രമോണിയം. ആദ്യം സ്ട്രമോണിയമാണ്. ഇപ്പൊ കൊടുക്കുന്നത് പ്ലംബം അയോൺ. നമുക്ക് പല അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കേ ചെയ്യാൻ പറ്റും. അതെ, ഒരു സംശയം. ഇപ്പോഴ് ഏറ്റവും വലിയ സംഭവം MDR, മൾട്ടിപ്പിൾ ഡ്രഗ് റെസിസ്റ്റന്റ് ആണ്. ആ സമയത്താണ് ഹോമിയോപ്പതിക്ക് സ്കോപ്പ് ഉള്ളത്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നന്ദി ഡോക്ടർ. ഏതായാലും ഇന്നത്തെ ക്ലാസ്സും വളരെ അധികം പ്രയോജനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള വളരെ പ്രധാനമുള്ള ക്ലാസ്സുമായിട്ട് സാർ ഇനിയും എത്രയും വേഗം തന്നെ വരണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയോണ്ട് അത് നമുക്ക് കുറച്ചും കൂടി പ്രയോജനം ചെയ്തു. ഇന്നലത്തെ ഇന്നും കൂടെ ഒരുമിച്ച് കിട്ടിയത് കൊണ്ട് വളരെ നല്ല പ്രയോജനമായിരുന്നു. നമ്മുടെ 1847 പ്രതിദിന സൂം വെബിനാർ വളരെയധികം വിജയമാക്കിയ സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി നമ്മളുടെ 5th ഇയർ സെലിബ്രേഷന് 6 ദിവസം മാത്രമാണുള്ളത്. ഇതിലിനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം രജിസ്റ്റർ ചെയ്ത് ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഈ 1847 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സാറിന്റെ ക്ലാസ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരിയാണ്. ധനേഷ് ഡോക്ടർ ഹോസ്റ്റ് ആണ്. ഞാൻ കോ ഹോസ്റ്റ് ആയിരുന്നു. അല്ല, ധനേഷ് ഡോക്ടറാണ് ഹോസ്റ്റ്. ഞാൻ വിളിക്കാം. ഡോക്ടർ ക്ലോസ്